മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ വൈജയുടെ കരണത്തിട്ട് നല്ലൊരടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടി കൊണ്ട് വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, നല്ല പ്രായത്തിൽ തോന്നുന്ന പോലെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് അവകാശമാണുള്ളത് ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിനക്ക് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? നിൻ്റെ ആഗ്രഹവിശേഷങ്ങളെല്ലാം നിൻ്റെ മക്കൾ അറിഞ്ഞാലുണ്ടല്ലോ, അവർ തന്നെ മീനച്ചിലാറിൽ നിന്നെ കെട്ടിത്താക്കുമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിരുന്ന വൈജി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. മക്കളെല്ലാം അവിടെ നിൽപ്പുണ്ട്. മക്കൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മാലതി പറയുകയാണ്, മക്കളെല്ലാം അവിടെ കേട്ടോണ്ടിരിക്കുക ഗംഗേട്ടാന്ന് പറയാണ്. കേൾക്കട്ടെ, ഇവിടെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചല്ലേ? ഇവിടുത്തെ പല വട്ടവും പറഞ്ഞില്ലേ മുകളിലോട്ട് പോയി ബാലചന്ദ്രനെ ഉപദ്രവിക്കല്ലേ, സംസാരിക്കല്ലേ, വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? എത്ര വട്ടം ഇവളടുത്ത് പറഞ്ഞു, ഇവളൊക്കെ കേൾക്കാൻ വയ്യ. എന്നിട്ട് ഇവൾ പോയേക്കുന്ന മുകളിലേക്ക് ബാലചന്ദ്രനെ അടുത്ത് വഴക്കുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ഗംഗാധരൻ അങ്ങ് പോവുകയാണ്. അപ്പം മാലതിക്ക് വൈജി ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. മാലതി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ട് എന്തുവാണെന്നൊന്നും മനസ്സിലാവാതെ മക്കൾ 3 പേരും അവിടെ ഇങ്ങനെ അമ്മയെ നോക്കി നിൽപ്പുണ്ട്. അമ്മയാണെങ്കിൽ വൈജി ആണെങ്കിൽ ഇങ്ങനെ മക്കളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആകപ്പാടെ നാണക്കേടായിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗംഗാധരൻ അങ്ങനെ അടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വൈജിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഗംഗാധരൻ മാലതിയും കൂടെ നമ്മുടെ അലീനയെ വന്ന് കാണുവാണ്. അപ്പം അലീനയോട് പറയാണ്, നിൻ്റെ ശക്തി ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നീ ഇവിടെ പോവാതെ തന്നെ നിൽക്കുന്നില്ലേ? നീ മാത്രമാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ഒരു പിടിവള്ളി. അത് നഷ്ടപ്പെട്ടെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഈ കുടുംബം തന്നെ നശിപ്പിക്കും എന്ന് പറയാണ്. അപ്പം നീ പോവാതെ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ് ഗംഗാധരൻ. അപ്പം നമ്മുടെ അലീന പറയാണ്, ഞാൻ പോവാതെ എങ്ങനെ ഇവിടെ നിൽക്കും? മാഡത്തിന് എന്നെ കണ്ടുകൂടെ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഞാൻ പോവുകയാണ് നല്ലത്. അപ്പം ഗംഗാധരൻ പറയാണ്, ഒരിക്കലും പോവല്ലേ. നീ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം വളരെ രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ വിശ്വസ്തയാണെന്ന് തോന്നുന്നത് കൊണ്ട് പറയാം. നമ്മുടെ ബാലചന്ദ്രന് വൈജിയിൽ എന്തോ ഒരു സംശയം ഉള്ളതുപോലെ തോന്നുന്നു. അപ്പം എന്ത് സംശയം എന്ന് അലീന ചോദിക്കണം. ജീവിതത്തിൽ വൈജ ബാലചന്ദ്രനെ ചീറ്റ് ചെയ്തോ എന്നൊരു തോന്നൽ ബാലചന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് പതുക്കെ കൊണ്ട് മാറത്തുള്ളൂ. അപ്പം അതിന് സമയമെടുക്കും. ആ സമയം നീ ബാലചന്ദ്രൻ്റെ കൂടെ വേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. നീ കുടുംബത്തിലുണ്ടാവുമെന്നും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, എന്നോട് സംസാരിക്കാം. എൻ്റെ കയ്യിൽ അമ്മയുടെ നമ്പറുണ്ട്. അമ്മയെ ഞാൻ വിളിച്ചോളാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചോളാം. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. നിന്നെ ഒരു ഹോം നേഴ്സായിട്ടോ ഒരു സെർവൻ്റായിട്ടോ അല്ല ഞങ്ങൾ കാണുന്നത്. വൈജിയുടെയും ബാലചന്ദ്രൻ്റെയും മൂത്ത മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം മാലതി വന്ന് വൈജി ആശ്വസിപ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് ഇങ്ങനെ സന്തോഷമാണോ കരയണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം അലീന. ഗംഗാധരനും മാലതിയും കൂടെ പിന്നെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഡോറിലൊക്കെ മുട്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ അവിടെ സമാധാനത്തിൽ ഇങ്ങനെ കിടക്കണം, എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ സ്വസ്ഥമായി കിടക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന കാര്യം അറിഞ്ഞ് വന്നിട്ട് എൻ്റെ മുന്നിലോട്ട് വരാതിരുന്നത് കാര്യമായി. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ പുറകെ നടന്ന് ചൊറിയാണ്. കൂടുതൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുകയെന്ന് പോലും എനിക്ക് എന്നെ അറിയത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ഞങ്ങൾ കാര്യങ്ങളെല്ലാം വൈജിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വൈജിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഗംഗാധരൻ പറയുകയാണ്. മാത്രമല്ല അലീനയുടെ അടുത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അലീന ആരാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയാൻ ഒരു കഥയെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും എല്ലാം പറഞ്ഞ് വൈജിയെടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് കാർഡിയക് അറസ്റ്റ് വന്നില്ലായിരുന്നു, നിങ്ങളുടെ പെങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു, അവളെ ഞാൻ കൊന്നു തള്ളിയേനെ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. വീണ്ടും ഞാൻ എൻ്റേതായ രീതിയിൽ ഒഴിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഒന്നിനെയും വെച്ചേക്കത്തില്ല, എല്ലാം ശരിയാക്കുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഗംഗാധരൻ വീണ്ടും പറയുകയാണ്, വൈജി ഞങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം അതൊന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരനും മാലതി പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംഭാഷണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ നേരെ താഴെ ഇറങ്ങി വന്ന് മക്കളെല്ലാം വിളിച്ചു വിട്ടുകയാണ്. രോഹിത്തും ബബിതയും കൃഷ്ണയും അതുപോലെ അലീനയും ഉണ്ട്.
അച്ഛനും അമ്മയും കൂടെയുള്ള പ്രശ്നത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയാണ്. രൂപത്തി പറയാണ്, ആരുടെ കയ്യിലാണ് തെറ്റെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് തോന്നുന്നു എന്ന് രൂപത്തി പറയാണ്. അപ്പം ബബിത പറയാണ്, അമ്മ ക്ഷമിക്കണം എന്ന് എപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ അച്ഛനെ ക്ഷമിച്ചൂടെ, അച്ഛന് ഒന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അത് നമുക്കിപ്പോൾ പറയാൻ വയ്യ, ആ മനുഷ്യൻ ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ എല്ലാത്തിനെയും മൂന്നിനെയും പിടിച്ചിരുത്തി അങ്ങ് ഉപദേശിക്കുകയാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിച്ച് ഗംഗാധരൻ ക്ഷീണിച്ച് അങ്ങനെ അലീൻ്റെ അടുത്ത് പറയണം, മോളെ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയണം. അപ്പം അലീന വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് രോഗത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ല. അപ്പോൾ ബബിത പറയാണ്, ഈ പ്രശ്നത്തല്ല കാരണം ഇവളല്ലേ, ഇവളങ്ങ് പോയാൽ പ്രശ്നമെല്ലാം തീരത്തില്ലെന്ന്. അപ്പം ഗംഗാധരൻ പറയാണ്, അലീനെ അത് അങ്ങനെ അങ്ങ് പ്രശ്നം തീരത്തില്ല, അലീനെ സ്വന്തമായിട്ട് പോയാലും അലീനെ പറഞ്ഞു വിട്ടാൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാകത്തില്ല. ഇനി ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബാലചന്ദ്രൻ സ്വയമേ അലീനെടുത്ത് പൊക്കോളാൻ പറയണം, അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.